എവിടെയാണ് ക്ലീറ്റ് അവിടെ? എന്ത് വെള്ളം വെള്ളിട്ട് നടന്ന രാഷ്ട്രീയക്കാരനാവില്ല. ഒരു വാക്ക് പറഞ്ഞത് നടത്തണം. മനുഷ്യനെ വെറുതെ പറ്റിക്കരുത് എന്ന് പറയണം. അമ്മാവ ഇപ്പൊ ഈ ചാടി കിടക്കുന്ന എന്റെ ക്ലീറ്റോന്റെ മുമ്പിൽ വെച്ച് ചാടല്ലാതെ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തില്ല. ആർക്കും ഒരു വിലയില്ല എന്നും പറഞ്ഞു. ആ വില ഉണ്ടാവില്ലേ? വില ഉണ്ടാവില്ല. പറഞ്ഞ വാക്കിനൊരു വില ഉണ്ടാവണം. ഉത്തരവാദിത്വം വേണം. ഫോൺ വിളിച്ചൊന്ന് എടുത്തൂടെ അവനെ. തിരക്കായിരിക്കും. എന്ത് തിരക്ക്? എവിടെ നോക്കിയാലും കാണില്ല. എന്തിനാ ഈ വേക്കാത്ത പണിയൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞു? ഇതിപ്പോ കാര്യം അറിയാതെ ഞങ്ങൾ ഇത് ആട്ടണം. എന്താ കാര്യം മാമൻ പറഞ്ഞു? എടാ 2 ലക്ഷം റുപ്യ കാർഷിക ലോണിന് വേണ്ടിയിട്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു. അതിന് എന്റെ ക്ലീറ്റോ എന്ത് തെറ്റിയത്? എടി ആ കൃഷി ഓഫീസർ ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയപ്പോൾ ഞാനൊരു നേതാവല്ലേ എന്ന് കരുതിയിട്ട് ഈ കാര്യം ചെന്ന് ക്ലീറ്റോനോട് പറഞ്ഞു. അപ്പൊ ക്ലീറ്റോ എന്നോട് പറഞ്ഞു, ഒരിക്കലും അമ്മാമ്മ പേടിക്കണ്ട, ഞാൻ ഇടപെട്ടിട്ട് അത് വേഗം പാസ്സാക്കി തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച ഒന്ന് എടുക്കല്ലേ, കണ്ണിന്റെ മുമ്പിൽ ഒന്ന് വന്ന് വിട വേണ്ടവൻ. അതാ പറഞ്ഞ 100 കൂട്ടം തിരക്കുള്ള ആളല്ലേ അമ്മാവ? എന്ത് 100 കൂട്ടം തിരക്ക്? രാഷ്ട്രീയക്കാരാകുമ്പോ തിരക്കുണ്ടാവും. വാക്ക് പറഞ്ഞൊക്കെ നടത്തണം. എന്റെ ഗിരിമാമ, അത് ലോണല്ലേ, ലോൺ അതിന്റെ സമയമാകുമ്പോ പാസ്സായി വരും. അതെ. എടാ സമയായിന്ന്. ഞാനും രാമേന്ദ്രനും ഒരുമിച്ചാണ് അപേക്ഷ കൊടുത്തത്. രാമേന്ദ്രൻ 2 ലക്ഷം റുപ്യ പാസ്സായി. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോഴോ അൻസാർ അത്ര ശരിയാക്കി കൊടുത്തു. ഞാൻ ഇത് തന്നെ തേട്ടത്തിൽ നേരത്തെ പറഞ്ഞ, നാട്ടിൽ മുഴുവൻ സംസാരമാണ്. ഇപ്പൊ ക്ലീറ്റോ പറഞ്ഞ പഴയതുപോലെ കാര്യങ്ങൾ നടക്കത്തില്ല, ഇമേജ് മൊത്തം പോയി. ഇങ്ങനെ പോയ അടുത്ത ജില്ലാ പ്രസിഡന്റ് അൻസാറാ. ജില്ലാ പഞ്ചായത്ത്, പിന്നെ അവിടെ നിന്ന് പോകത്തില്ല, MLA MP എന്നൊക്കെ പറഞ്ഞു. ഇത് കതറിട്ട് കോമാളി ആയിട്ട് ഇങ്ങനെ നടക്കുക, അത്ര തന്നെ. കോമഡിയൊന്നുമല്ല. അൻസാറിനെ നടരാജനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ക്ലീറ്റോ മച്ചമ്പിയ രസത്തിനകത്ത് കറിവേപ്പലാണ് കൂട്ടാ. അതെ, കഴിവുള്ളവർ ജയിക്കും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആരോഗ്യ പരിരക്ഷാ യാത്ര. ഇതാര് സൂപ്പർ സ്റ്റാറോ? അങ്ങനെ തങ്കച്ചേട്ടത്തിൽ കളിയാക്കിയൊന്നും വേണ്ട. നടരാജനെ ഇപ്പൊ സൂപ്പർ സ്റ്റാർ തന്നെ. ഊറ്റുമ്പോ മൊത്തം നിറഞ്ഞിരിക്കല്ലേ. കളിയാക്കല്ലേ റൊണാൾഡോ? കളിയാക്കിയതല്ല, കാര്യമായിട്ട് പറഞ്ഞത്. എന്തെങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഇങ്ങനെയൊക്കെ ഒരു യാത്ര നടത്താൻ? ഇലക്ഷനിൽ തോറ്റ നാണക്കേട് മാറ്റാൻ വേണ്ടിയാണ്. ഇനി ഒരു ഇമേജ് ഉണ്ടാക്കി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എനിക്ക് MLA ആയിട്ട് മത്സരിക്കണം. MLA മാത്രമായപ്പോ മന്ത്രിയാവണം. മന്ത്രിയോ? പ്രധാനമന്ത്രിയാവും. ആണല്ലോ. അല്ല, അത് സംഭവിക്കൂട്ടോ. ഈ മറ്റേ ഇലക്ഷനിലൊക്കെ തോറ്റവര് പിന്നെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദയാത്രയും ഇതൊക്കെ നടത്തുന്നത്. അങ്ങനെ മന്ത്രി ആയിക്കഴിഞ്ഞാൽ മദ്യത്തിന്റെ ആഹാരത്തിന്റെ വില കുറയ്ക്കും. മദ്യത്തിന് കുറയ്ക്കുക മാത്രമല്ല, റേഷൻ കട വഴി മദ്യം കൊടുക്കും. അപ്പൊ റേഷൻ കട വഴി മദ്യം കൊടുക്കുന്നതിന് കൂട്ടത്തിൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും വിലക്കുറവും. അങ്ങനെയാണ് എന്റെ വോട്ട് നടരാജന് വരും. എന്തോ അച്ചാച്ചന്റെ വോട്ടങ്ങ് കൊടുങ്ങാവളല്ലേ ഇവിടെ എവിടെ വോട്ടിരിക്കണത്? എന്റെ ലില്ലിപ്പണ്ണെ, പഞ്ചായത്തിൽ നല്ല നേതാക്കന്മാര് നിൽക്കുവാണെങ്കിലേ വോട്ടങ്ങ് മൂന്നാറിന്നും വരും. നടരാജനെ ഇവിടെ പ്രാവശ്യം മത്സരിക്കുവാണെങ്കിൽ 5 കള്ള വോട്ട് കൊടുങ്ങാവളേന്ന് റൊണാൾഡോ ചെയ്തു തരും. ഇതൊന്നും നടക്കാൻ പോണില്ല. എന്റെ ക്ലീറ്റോ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവിടെ വേറൊരു പ്രമുഖൻ ഉണ്ടാവില്ല. നിന്റെ ക്ലീറ്റോ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ആവും. നിന്റെ ക്ലീറ്റോ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തർ ഫേമസ് ആവുന്നത്. ഇവൻ ഫേമസ് ആവും ചെയ്യും, ചിലപ്പം മന്ത്രിയാവും. അതെ നടരാജ, മന്ത്രി ആയി കഴിഞ്ഞാലേ വേണ്ട, നേതാവായി കഴിഞ്ഞാൽ എന്റെ ഒരു ലോൺ ഉണ്ട്, ഒരു കാർഷിക ലോൺ, അതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? കാസർഗോഡ് എന്റെ സൈക്കിളേജ് കഴിഞ്ഞ് ഞാൻ വരട്ടെ, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാം. അത് മതി. ഞാൻ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. കാസർഗോഡ് പോയിട്ട് തിരിച്ചു വരുമോ? തിരിച്ചു വരും. എന്ന എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. യാത്ര തുടരട്ടെ. അപ്പം നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ക്ലീറ്റോസിനെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്ക്. ക്ലീറ്റോ തിരക്കാ. ക്ലീറ്റോച്ചനും നടരാജനെ തിരക്കിയിരിക്കുക. വന്നിട്ട് നമുക്കൊന്ന് കാണണം. പിന്നെ തീർച്ചയായിട്ടും കാണും. അപ്പം ഞാൻ പോട്ടെ. ഓ ശരി. എന്റെ ക്ലീറ്റോനെ പിന്നിൽ നിന്ന് കുത്തിയവനാ. ഇവനൊരു പണി ഞാൻ കൊടുക്കുന്നു. ഇല്ലെന്നുണ്ടെ ഞാൻ ക്ലീറ്റോച്ചന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടിട്ട് വന്ന് നിന്ന് തന്നല്ലോ. എന്താ കുത്താഞ്ഞ്? ഇവിടെ വെച്ചിടിച്ചു കഴിഞ്ഞാൽ അത് ഹൗസ് വീട് കയറി മർദ്ദിച്ചെന്നാവും. ഒലക്ക. ക്ലീറ്റോ വന്നാ പറഞ്ഞേക്കിരിക്കൊന്ന് കാണണമെന്ന്. പോവാണോ? അല്ല, ഇവിടെ നിൽക്ക.